ഇയാള് വലിയ കുളത്തിലെല്ലാം നീന്തി വീട് എന്തെല്ലാം പോകല. ഏതുട്ടി എടുത്തേക്കാന്ന് വെള്ളത്തിലേക്കല്ലേ ഇവള് മറ്റേ സ്വിമ്മിംഗ് പൂളിൽ പോന്ന പോലെയാണോ? സ്വിമ്മിംഗ് പൂൾ അല്ലട്ടാ, കാലത്തൂല മുങ്ങിപ്പോവും ചമ്മി. മേതുട്ടിക്ക് നീന്താൻ അറിയാ? അത് ഇട്ടത് ശരിക്കും ഇടമണിക്കൂട്ട മേതുട്ടി ആകെ പാർക്ക് പോകുമ്പോ ഇത് ഇട്ട് കേട്ടോ. ഒരു ദിവസം മറ്റേ ഇവിടെ പോകുമ്പോട്ടില്ലേ മേതുട്ടി, നമ്മുടെ ഏതൊരു നിങ്ങളെ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ ബീലാൻഡ് പാർക്കിലേക്ക്? അപ്പൊ ഇതുപോലത്തെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇന്ന് നമ്മള് എല്ലാരും കൂടി പോകുന്നത് എടുത്തേക്കാന്ന് കുളത്തിലേക്ക്. അവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, മഴക്കാലമായതുകൊണ്ട് വെള്ളം നിറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കുളിക്കാൻ പോയത്. അപ്പൊ മണിക്കുട്ടൻ ഇപ്രാവശ്യം കുറച്ച് നീന്താൻ പഠിച്ചു പറയാ കുറച്ച്. അപ്പൊ അത് നമ്മള് എല്ലാം അത് ക്ലാസ്സിലുണ്ടായിന്നെ, മറ്റേ എന്താ ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് സ്കൂളില് 6 ക്ലാസ്സേ കിട്ടിയിട്ടു. സത്യം പറഞ്ഞ 10 ക്ലാസ് വേണ്ടിയാണ്, പക്ഷെ 6 ക്ലാസ്സേ കിട്ടിയിട്ടു. ഒരുവിധം നീന്താൻ പഠിച്ചില്ലേ? അപ്പൊ മണിക്കുട്ടൻ ഫസ്റ്റ് ഇന്ന് കുളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് മണിക്കുട്ടൻ നീന്താൻ പഠിച്ചോ അതോ ഇല്ലയോ എന്നുള്ളത് ഇന്നൊരു തീരുമാനമാവും. സങ്കടകരമായ വാർത്ത. എന്താ സങ്കടകരമായ വാർത്ത? സന്തോഷം. മണിക്കുട്ടന്റെ ഫേവറേറ്റ് ടീം ഇന്നലെ തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ് കൂട്ടുകാരെ. വളരെ സങ്കടകരമായ വാർത്തയാണ്. ഒരുപാട് മണിക്കുട്ടൻ കളിയാക്കിയതാണ് മേതുട്ടീനെ അല്ലേ? പിന്നെ നിന്റെ റൊണാൾഡോ അങ്ങനെ അങ്ങനെ അവരിവരെ മണിക്കുട്ടൻ എന്റെ നെയ്മർ കപ്പെടുത്ത് നിന്റെ റൊണാൾഡോ കപ്പെടുത്തിനെല്ലാം മറ്റു മേതുവിനെ കുറെ കളിയാക്കി. അപ്പൊ ഏതായാലും നെയ്മർ നമ്മളെ ഇത് രണ്ടിലും ഇല്ലാട്ടാ. നമുക്ക് ഇങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് അച്ഛനാണ്. അത് ഞാൻ പിന്നെ മേതുട്ടിന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ കളിയാക്കിയില്ല. അച്ഛൻ സമയം പോകുന്നു കുളത്ത്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നിരുന്ന വെച്ചാൽ നമ്മള് കുളത്തിലേക്ക് പോവുകയാണ്. അപ്പൊ മണിക്കുട്ടന്റെ നീന്തൽ എങ്ങനെയാണെന്നല്ല നീന്തലൊന്നും കാണും. നീന്തൽ എങ്ങനെയാന്നല്ല ഇന്ന് മണിയെടുത്ത് വെള്ളത്തിലേക്ക് അങ്ങ് ഇടും. ഞാൻ അപ്പുറത്തേക്ക് പോവില്ല, ഞാനൊരു മീഡിയം സൈസ്. കരക്ക് നീന്താനാ കുളത്തിൽ പോകുന്നത്. കരക്ക് നീന്താനാന്ന് എന്നായിരുന്നു കരക്ക് നീന്താനാ പഠിപ്പിച്ചത്. കരക്ക് നീന്താനാ നീ ആര് മറ്റേ കരക്ക് കരക്കുന്നത് ആബിയാന്ന് തോന്നുന്നു. നീ എന്നീ കളിക്കുന്ന ഇത് ഇവിടെ നോക്കറാ. അച്ഛാ സമയം കളയല്ല. അച്ഛാ 6 മണിയാകുമ്പോ വന്നാലും വാ. ഇനിയിപ്പോ ഇന്ന് മണിക്കൂട്ടന്റെ നീന്തൽ എങ്ങനെയാന്ന് നീന്താൻ പഠിച്ചു. മണി കിട്ടിയ നിന്റെ ഗൂഗിൾസ് അത് നീ അതെടുത്തോ വലുതെടുത്തോ. അങ്ങനെ നമ്മള് പിന്നെ അമ്പലക്കുളത്തിലെത്തി. മറ്റേ ഈ സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ കാണും. ഇന്ന് ആരും ഇല്ല അല്ലേ? വരുവാ എന്നാല് കുറച്ച് കഴിയുമ്പോ എത്തിക്കോളൂ ആൾക്കാർ. അതെ, അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലത്തിലെ കുളം. അമ്പലക്കുളവും അമ്പലവും അതുപോലെ അമ്പലവും. മണിക്കൂട്ടി കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ഏതോ ഒരു കൊല്ലം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങൂല, ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഇവന് സ്കൂളിൽ നിന്ന് നീന്താൻ വേണ്ടി പഠിപ്പിച്ചത്. അപ്പൊ ഇനി നോക്കാം എങ്ങനെയുണ്ട് പഠനത്തിൽ എത്രത്തോളം ആയിരുന്നല്ലോ. ഇന്നത്തോടെ തീരുമാനമാവുന്നതാണ്. ഇറങ്ങുന്നതിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇവ നീന്തം പഠിച്ചു എന്നുള്ളതല്ലേ. ഇത് ചെവിക്കിടണാ അമ്മോ, അതൊന്നമേതോ ഇവിടെ ഒട്ടിക്കല്ലോ അത്. അതങ്ങേക്ക് വീണ് പോവാ. മണിക്കൂട്ടം നല്ല ക്ലിയർ ഉണ്ട്, പട വരെ കാണുന്നുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അതിലുണ്ടാവും, എന്റെത് എന്റെ അടുത്തുണ്ട്. മണിക്കൂട്ട ഇറങ്ങിക്കോ. മണിക്കൂട്ട ഇവിടെ എത്തുമ്പോ ആള് മാറിയല്ലേ, തുള്ളാൻ പറ്റൂല എന്നാ പറയുന്നത്. തുള്ളിക്കോ മേധാടക്ക് നീന്തുന്ന കാണട്ടെ.
വലിയ ആളായിട്ട് എന്നെ കൊണ്ടുപോകണം എന്നെല്ലാം പറഞ്ഞ ഒരാളാണ്. കയ്യാടി അടിക്കൂടാ. ആയാ നീന്തല് തുപ്പിയൊന്നും ഇടാൻ പാടില്ലേ? മേതു നീന്ത്. മേതു വെറുതെ വെള്ളത്തിൽ കളിക്കാൻ വന്നയാ. മണിക്കുട്ടി ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോണം. മണിക്കുട്ട നീ ഇവിടുന്ന് അപ്പുറത്തേക്ക്. എന്തെയാ? അങ്ങനെ നീന്തലെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടാ. മാത്രം നിങ്ങൾ വീഡിയോ പിടിച്ചിട്ടില്ല ഒന്നല്ലേ? അത് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ എന്താന്ന് പറഞ്ഞാല് അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നേരെ വീട്ടിലേക്ക് വന്നത്. മണിക്കൂട്ടന്റെ നീന്തല് വളരെ പരിതാപകരമാണ്. തിരക്കും ബഹളം മലക്കമടിയെല്ലാം ഉണ്ടാവുന്നല്ലോ വിചാരിച്ചു പോയത്. എന്ത് ഫസ്റ്റ് ഡേ 3 മാസം ഇവൻ മറ്റേ പൂളിൽ പോയി പഠിച്ചു. എന്താ 6 ക്ലാസ്? ഞാൻ ഇപ്പൊ എണ്ണി കഴിഞ്ഞാൽ 15 ക്ലാസ് കൂടുതലുണ്ട്. പക്ഷെ ഇനി മുതൽ നമ്മളൊന്ന് തീരുമാനിച്ചു. ഇനി മുതൽ എല്ലാ ദിവസവും അരമണിക്കൂർ നമ്മൾ അമ്പലക്കുളത്ത് പോയിട്ട് മണിക്കൂട്ട ഇനി ദിവസം എല്ലാ ദിവസവും നമ്മൾ അമ്പലക്കുളത്തിൽ അരമണിക്കൂർ പോകും കേട്ടോ. റെഡിയാന്നാ? മണിക്കൂറിന് ഇനിയും കുറേ റെഡി ആവുന്നുണ്ട്. മണി വെള്ളം കാണുമ്പോ പേടിച്ചിട്ട് ഞാൻ വീഡിയോ പിടിച്ചു. പാറു വന്നിട്ടുണ്ട്. ചെറിയ കുഞ്ഞ് അത് തുള്ളുന്നി നീന്തുന്നീ കാണും. പാറുവെങ്കിലും ഇൻസ്പയർ ആവണമെന്ന് എനിക്ക്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാറു എമ്മാതിരി നല്ല തുള്ളലും കിത്തലെല്ലായിട്ട്. പക്ഷെ ഒരു പ്രശ്നമില്ല. മണിക്കൂട്ടൻ പിന്നെ അത്യാവശ്യം ഫസ്റ്റ് ഡേ ആണ് അടിച്ചുപൊളിയാക്കി കേട്ടാ. നല്ല വൃത്തിയാക്കി. ഇനി മുതൽ ഒരു സമാധാനം. അല്ല അവന് വാശി തരണം. അല്ല സത്യം പറയാല മണിക്കൂട്ടിന് ഇതുവരെ നമ്മള് പിന്നെ കൊണ്ടുപോയിട്ടില്ല. മണിക്കൂട്ടിന് ഒരു നീന്തൽ പഠിക്കണമെങ്കിൽ എന്നാ പറയാ നമ്മള് കൊണ്ടുപോകണം. നമ്മള് കൊണ്ടുപോയിട്ടേ ഇല്ല. മണിക്കൂട്ടിന് ആ പൂളിന്ന് അത് ചെറിയൊരു സ്ഥലത്ത് ആ സ്ഥലത്ത് നീന്തി കുളത്തിൽ നീന്തുവാന്ന് പറയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടെൻഷൻ കയറും. അപ്പൊ ഇവൻ എന്നാലും ഒരു സൈഡ് പോയി ശരിക്കും എന്താ പറഞ്ഞ ആദ്യം അങ്ങനെ പഠിക്കണ്ട്. കഴിഞ്ഞാലേ പഠിച്ചു. ഇനിയിപ്പോ എല്ലാ ദിവസവും അരമണിക്കൂർ പോയിട്ട് മണിക്കൂട്ടന്റെ ഈ നീന്തൽ ഈ ഒരു മഴക്കാലത്ത് തന്നെ നമ്മൾ വാശിയാന്ന് മണിക്കൂട്ടാ. ചലഞ്ചാണ് കേട്ടാ. ഇനിയിപ്പോ നമ്മൾ ഇത് കഴിഞ്ഞ് നമുക്ക് അതിന്റേതായ ഒരു സ്പെഷ്യൽ എനിക്ക് മണിക്കൂറിന് ഇപ്പുറത്തെ ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്ന കാണുന്ന ഇപ്രാവശ്യം ഞാനും പഠിക്കണമെന്നുണ്ട്. മണിക്കൂട്ടപ്പുറം നാളെ ഞാനും വരും പഠിക്കാൻ. ഇതൊക്കെ ഒരാൾ ഇടുന്നതല്ലോ വലിയ ഇതെല്ലാം വാർത്താനെല്ലാം പറഞ്ഞിട്ട് പോയതാണേ. ഇപ്പൊ നോക്കിയ തണുത്ത് മുങ്ങുന്ന വരെയില്ല. തണുത്ത് വരച്ചിട്ട് ഇരിക്കുന്ന നോക്കിയേ. എന്നാന്ന് വരച്ചിട്ടാ അങ്ങനെ വെള്ളത്തിൽ വേണ്ടിട്ടാണ്. അത് വെള്ളത്തിൽ അങ്ങനെയാണ്. കുറെ സമയം ഇങ്ങനെ മുങ്ങി കിടന്ന് നമ്മളെ കയ്യെല്ലാം അങ്ങനെയാവും. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള്. അപ്പൊ പ്രിയ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായി കേട്ടോ. അല്ലേ? അപ്പൊ പ്രിയക്ക് നീന്താനുള്ള അറിയാട്ടോ. ഞാൻ ഇതുവരെ അറിയില്ലായിരുന്നു പ്രിയ നീന്താൻ. പക്ഷെ നീന്താൻ അറിയാം. കുറച്ചൊക്കെ നീന്തുന്നുണ്ട് പ്രിയ. എങ്ങനെയായാലും നീന്തിയാ പോരെ വെള്ളത്തിൽ. തവളയാണോ ഇനി പാമ്പാണോ മറ്റേ കൊച്ചാണോന്നും അറിയേണ്ട ആവശ്യം, താറാവാന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നീന്തുവാന്നില്ലതാണ് അൾട്ടിമേറ്റ് അല്ലേ? അപ്പൊ പിന്നെ അത് പലർക്കും ഞാൻ വിചാരിച്ചു ഇയാള് വലിയ കുളത്തിലെല്ലാം നീന്തി ഇടുന്ന എന്തെല്ലാം പൊങ്ങച്ച. ഞാൻ പറയട്ടെ എന്തെല്ലാം പൊങ്ങച്ചായിരുന്നു. ഞാൻ എന്റെ കുളത്തുനിന്ന് എണീക്കയില്ല പോലും മഴക്കാലത്ത്. എന്നിട്ട് ഇപ്പുറത്തെ അപ്പുറത്തെ സൈഡ് പോയിട്ടാണ് പ്രിയ എന്റെ കൈക്ക് തൂക്കില്ല. അതുകൊണ്ട് നീന്താൻ പറ്റുന്നില്ല. കൈ പോകുന്നില്ല. ഇയാളെക്കാളെല്ലാം എത്രയോ വൃത്തിയാ പാറും നല്ല സുഖമായിട്ട് നീന്തുന്നുണ്ട്. ഇത് എന്ത് നീന്തല്? എന്റെ തവളയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂല ഒരു പേര്. എന്നെ ഇത്രയും ആൾക്കാരും നിങ്ങളെ അപമാനിച്ചിട്ട് പകരത്തിന് ഞാൻ സത്യം പറഞ്ഞു. പക്ഷെ ശ്രീനാട്ടൻ നീന്താൻ പോരാട്ടാ. എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മണിക്കൂട്ട കട്ടാക്കിയ നീ. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ കൊച്ചു ബ്ലോഗ് അല്ലേ? അതെ.